الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം ഇഹ്സാനിനെ കുറിച്ചാണ്. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തവർക്ക് പ്രതിഫലം നന്മ തന്നെയല്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന ആയത്ത് വിശദീകരിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഖുത്ബയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ് ആഖലുന്നാസി മൻ തറക ദുനിയ ഖബ്ല അൻ തത്റുക. ഏറ്റവും നല്ല ബുദ്ധിജീവി അവൻ ദുനിയാവിനെ ഉപേക്ഷിച്ച ആളാണ്, ദുനിയാവ് അവനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പായി. വസ്അദുന്നാസി, മനുഷ്യന്മാരിൽ നിന്നിട്ട് ഏറ്റവും വിജയി അവൻ റബ്ബിനെ കാണുന്നതിന് മുമ്പ് തന്നെ റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനോട് വിചാരണ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഭൂമിയിൽ വെച്ച് ചിന്തിച്ചുകൊണ്ട് അതിന് പ്രതിവിധി കണ്ടെത്തിയവനാണ്. അതുപോലെ തന്നെ ഏറ്റവും സാലിഹായ മനുഷ്യൻ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഖബർ അവൻ്റെ പാർപ്പിടമാകുന്നതിന് മുമ്പായി ഖബറിൽ താമസിക്കാനുള്ള ആളായി ജീവിക്കുന്നവനാണ് ഏറ്റവും സാലിഹായ മനുഷ്യൻ. അപ്രകാരം തന്നെ ഒമൻ തറക മാ ലാ യഅനി ഫതഅല്ലാഹു ഖൽബഹു വശറഹ ലഹു സദ്റ. ആരെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ, അവന് കൈയിടൽ ആവശ്യമില്ലാത്തതായ എന്ത് പ്രശ്നങ്ങളും അവൻ കൂട്ടാക്കാതെ വിടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുന്നതും അവൻ്റെ പ്രയാസങ്ങളെ ദൂരപ്പെടുത്തുന്നതും അവന് നല്ല രൂപത്തിൽ ഇത്മിനാനുൽ ഖൽബോട് കൂടി ജീവിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്രകാരം തന്നെ ഇമാം പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ് ജനങ്ങളുടെ തെറ്റുകളും കുറവുകളും നോക്കിയും കൊണ്ട് അവരുടെ കുറവുകളെയും കുറ്റങ്ങളെയും പറഞ്ഞുകൊണ്ട് ഇരിക്കുക എന്നത് ഒരു ബുദ്ധിജീവിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ബുദ്ധിജീവിയാണെങ്കിൽ അവൻ മറ്റുള്ളവരെ കുറിച്ച് കുറവും കുറ്റവും നോക്കി അത് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു സഫീഹിന്റെ സ്വഭാവിയാണ്. സഫീ എന്ന് പറഞ്ഞാൽ പോയർത്തക്കാരന്റെ സ്വഭാവമാണ് അവനുള്ളത്. അതുകൊണ്ട് തന്നെ നാം കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൈയിടാതിരിക്കേണ്ടതും ഹിസാമ് ദൂരപ്പെടുത്തേണ്ടതും ജനങ്ങളോട് പിണങ്ങാതിരിക്കുവാനും നല്ല രൂപത്തിൽ പെരുമാറാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും ജനങ്ങൾ ചെയ്തതായ നന്മക്ക് നാം നന്മ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുമാണ്. അള്ളാഹു പറയുന്നു, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നല്ലതും വടക്കും ഒരിക്കലും തുല്യമുള്ളതല്ല. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നമുക്ക് വല്ല പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സമീപനം ഒരാൾ നിട്ടുണ്ടായിക്കഴിഞ്ഞാൽ നല്ല രൂപത്തിലാണ് അദ്ദേഹത്തോട് സമീപിക്കേണ്ടത്. അപ്പോൾ നല്ല രൂപത്തിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. വടക്ക് രൂപത്തിൽ സമീപിച്ചവരോട് നല്ല രൂപത്തിൽ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുവായ മനുഷ്യൻ മിത്രനായി മാറുന്നതാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതായ ഭാഗവും മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അദ്ദേഹം തുടരുന്നു, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, പ്രകൃതിയാൽ സാമൂഹിക ജീവിയാണ്. ജനങ്ങളുമായി കലർന്ന് ജനങ്ങളോട് കൂടി ജീവിക്കാൻ വേണ്ടിയുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം നൽകിയിട്ടാണ് മനുഷ്യനെ റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ ഏകാന്തതയോട് കൂടി ജീവിക്കേണ്ടവനല്ല. അപ്പോൾ അവന്റെ ജീവിതത്തിൽ പലപ്പോഴും പലരുമായി ഇടകലരേണ്ടി വരുന്നു, വരസേണ്ടി വരുന്നു. പല രൂപത്തിലും ഇവൻ ചെയ്ത നന്മക്ക് നന്മ ചെയ്യാൻ, അവൻ ചെയ്ത തിന്മക്ക് അതിന് മാഫി ചെയ്യാൻ, അങ്ങനെ പല രൂപത്തിൽ പലരുമായി സമീപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു. ഇത് സഹജമായ മനുഷ്യ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പക്ഷേ മനുഷ്യന്റെ കൂട്ടത്തിൽ ഏറ്റവും വിജയി അവന്റെ ഹിമ്മത്ത്, അവൻ വിജയിയാവാൻ വേണ്ടി മറ്റുള്ളവര് അവന് നൽകിയതായ ആ ഇഹ്സാനിൽ നിന്ന് നന്മ ചെയ്യുന്ന ആളായി മാറുക എന്നതിലൂടെയാണ്. എപ്പോഴും ഖുർആൻ പറഞ്ഞതുപോലെ ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തവന് നന്മയല്ലാതെ എന്താണ് പകരം, എന്താണ് പ്രതിഫലം എന്ന് അല്ലാഹു ചോദിച്ച പരലോകത്തിലുള്ളതായ പ്രതിഫലത്തെക്കുറിച്ചാണ്. എന്നതുപോലെ നാമും ഇവിടെ ദുനിയാവിൽ നന്മ ചെയ്തവർക്ക് നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ തിന്മ ചെയ്തവരോടും നല്ല രൂപത്തിൽ പെരുമാറി ആ തിന്മയോട് ഹിക്മത്തോടു കൂടി പെരുമാറാനും അവന്റെ സ്നേഹത്തെ നാം സമ്പാദിച്ചെടുക്കുവാനും പരിശ്രമിക്കേണ്ടതാണ്. മുഖാബലത്തുൽ ഇഹ്സാൻ ബിൽ ഇഹ്സാൻ എന്നാണ് മക്ക ഇമാം പറഞ്ഞത്. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. അള്ളാഹു പറയുന്നു, നിനക്ക് നന്മ ചെയ്തവർക്ക് നീ നന്മ ചെയ്യുക. ഇതിലെല്ലാം നമുക്ക് മാതൃക നൽകുന്നത് നമ്മുടെ അനുശിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ജമാലിനെ ജമീലിനെ എടുത്തു പറയുക എന്ന വിഷയം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിട്ട് എപ്പോൾ പുറത്തു പോവുകയാണെങ്കിലും പലപ്പോഴും ഖദീജയെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഖദീജയുടെ പ്രത്യേകത പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ എപ്പോഴും ഖദീജയെക്കുറിച്ച് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഉമ്മയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിക്ക് മറക്കാനാവാത്ത രൂപത്തിൽ ഇഹ്സാൻ ചെയ്തവരായ ഒരു ഭാര്യയായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് അവരുടെ മരണം വരെ ഖദീജയെ സ്മരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ഒരവസരത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് കണ്ട് സഹിക്ക വയ്യാത്തത് കൊണ്ട് ഒരവസരത്തിൽ ആയിഷ പറയുക തന്നെ ചെയ്യും, വയസ്സായി മരിച്ചതായ അവരെ എന്തിനു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അതിനേക്കാളും ഖൈറുള്ളവർ നിങ്ങളുടെ മുമ്പിലില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായി. അവർ പറയുകയുണ്ടായി, അവരെക്കാളും ഖൈറുള്ളവരെ അള്ളാഹു എനിക്ക് നൽകിയിട്ടേ ഇല്ല. മാ അബദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാളും ഉത്തമരെ ഒരിക്കലും നൽകിയിട്ടേ ഇല്ല. എന്തുകൊണ്ട്? ആമനത് ബിഹി ഇദ് കഫറ ബിയന്നാസ്, ജനങ്ങളെല്ലാം എന്നെ കൊണ്ട് അവിശ്വസിച്ച കാലഘട്ടത്തിൽ അവർ എന്നെ കൊണ്ട് വിശ്വസിക്കുകയുണ്ടായി. സദ്ദഖതനി ഇദ് കദ്ദബനി അന്നാസ്, ജനങ്ങളാസകലം എന്നെ കളവാക്കിയ സന്ദർഭത്തിൽ അവരാണ് എന്നെ കൊണ്ട് ഞാൻ പറയുന്നതിൽ വിശ്വാസം അവരിൽ നിന്നിട്ട് ഉടലെടുത്തത്. അത് ഖദീജയിൽ നിന്നിട്ടാണ്. അവരാണ് എന്നെ കൊണ്ട് വിശ്വസിച്ചത്, എന്നെ കൊണ്ട് ഈമാൻ കൊണ്ടത്. ഈമാൻ, ഞാൻ പറയുന്ന വാക്ക് അത് ശരിക്കും അങ്ങോട്ട് ആദ്യമായിട്ട് വിശ്വസിക്കാൻ വേണ്ടി മുമ്പിൽ വന്നത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അപ്രകാരം തന്നെ വാസത്തിനി ബിമാലിഹ ഇത് ഹറമനി അന്നാസ്, അവരുടെ കൂടെയുള്ള സമ്പത്ത് കൊണ്ട് അവർ വളരെ ധനികയായിരുന്നു. അവരുടെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിക്കുകയും ചെയ്തു. ജനങ്ങൾ അവരുടെ സമ്പത്തിനെ തൊട്ട് എന്നെ തടഞ്ഞതായ സന്ദർഭത്തിൽ വറസഖനി അല്ലാഹു അസ്സ വജല്ല വലദി ഇത് ഹറമനി ഔലാദൻ നിസാ, മറ്റു ഭാര്യമാരിൽ നിന്നിട്ടെല്ലാം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കളെ തരാൻ തീരുമാനിക്കാത്ത ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കുള്ള സർവ്വ മക്കളെയും തന്നത് അവരിൽ നിന്നിട്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പ്രത്യേകതയെല്ലാം എണ്ണിപ്പറഞ്ഞു ബഹുമാനിച്ചു, ആദരിച്ചു എന്ന് മാത്രമല്ല, ആയിഷക്ക് റളിയല്ലാഹു തആല അൻഹാക്ക് മനസ്സിലായി ഖദീജയെ കുറിച്ച് ആക്ഷേപിച്ചത് ശരിയായില്ല എന്ന്. അതുകൊണ്ട് മഹദിയായ ആയിഷ പറയുകയാണ്, ഇത് ഈ വാർത്തകളൊക്കെ പറയുന്നത് ആയിഷയാണ്. അവരുടെ ആ ക്ലിയറായ ഹൃദയ സമീപനവും സ്വഭാവമാണ് അത് കുറിക്കുന്നത്. അവരുടെ കുറവാണ് ഈ പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട്? അതിൽ പാഠം പഠിക്കാനുണ്ട് ഉമ്മത്ത് മുഹമ്മദിന്. അതുകൊണ്ടാണ് അവരുടെ കുറവായതോടുകൂടി തന്നെ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, ഈ സമീപനം റസൂൽ എന്നിട്ട് ഞാൻ കേട്ട മാത്രയിൽ അല്ലെങ്കിൽ കേട്ട ഉടനെ തന്നെ ഞാൻ തീരുമാനിച്ചു, ഇനിമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുമ്പിൽ ഖദീജയെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ളതായ ഒരു കാര്യവും പറയുക തന്നെയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ പറയുകയുണ്ടായി. എത്രത്തോളം ആയിഷ തുടർന്ന് റളിയല്ലാഹു തആല അൻഹ അവര് വല്ലപ്പോഴും ആടർത്താൽ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്ത് കഴിഞ്ഞാൽ ആടർത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ അതൊരു പ്രത്യേക ദിവസം നോക്കിയിട്ടോ മാസം നോക്കിയിട്ടോ അല്ല, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത പഠിക്കാത്ത ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി കരിഞ്ചന്ത കൂട്ടിച്ചേർക്കുന്ന വിഭാഗം പഠിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. എപ്പോഴെങ്കിലും എന്നാണ് ഹദീസിലുള്ളത്, എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടർത്താൽ എന്നല്ലാതെ റബീഉൽ മാസത്തിൽ ആടർത്താൽ എന്നല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളതായ വളഞ്ഞു തിരിഞ്ഞ് ചിന്തിക്കുന്ന സ്വഭാവം നമ്മിൽ നിന്നിട്ട് പാടുള്ളതും അല്ല. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ആടർത്താൽ അതിനെ അവര് വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരിയായ സഹോദരിമാർക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അവരെ അത്രയും മറക്കാറില്ല. അഥവാ ഖദീജ സ്നേഹിച്ചവരെ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലേക്ക്. എത്രത്തോളം ജുസാമ എന്ന ഒരു സഹോദരി വന്നപ്പോൾ ആ പേര് ഇഷ്ടപ്പെട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരെ ബഹുമതിയും ബഹുമാനവും കുറിക്കുന്ന രൂപത്തിലുള്ളതായ പേര് അവർക്ക് അതിന് പകരം നൽകുകയുണ്ടായി. എന്നിട്ട്
എന്നിട്ട് അവരോട് കൂടുതൽ സംസാരിക്കുന്ന കേട്ടപ്പോൾ, ആരാണ് ഈ തള്ള, നിങ്ങൾ കൂടുതലായിട്ട് സംസാരിച്ചല്ലോ ആ തള്ളയോട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയുണ്ടായി. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവര് ഖദീജയുടെ അടുക്കിലേക്ക് വരാറുണ്ടായിരുന്ന ഒരു തള്ളയായിരുന്നു. ഖദീജ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവര് വരാറുണ്ടായിരുന്നു. അവര് സത്യവിശ്വാസിനിയായ, ഈ ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ തീരുമാനിച്ച, എന്നെ കൊണ്ട് വിശ്വസിച്ച, നല്ല രൂപത്തിൽ ഈമാൻ ഉൾക്കൊണ്ടതായ ഒരു സഹോദരിയായിരുന്നു അവര്. ഖദീജ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വരാറുണ്ടായിരുന്നതായ സഹോദരിയായിരുന്നു എന്ന് അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അപ്പോൾ ജമീൽ മടക്കി കൊടുക്കുക, ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ മറക്കാതിരിക്കുക, ആ നന്മക്ക് പകരം വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിലും അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക, ആ നന്മ ചെയ്തവന് പകരം വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ കുറിച്ച് ആ നന്മ പറഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തിനെ പുകഴ്ത്തുക, വാഴ്ത്തുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം കണ്ടതായ മാതൃകയാണ്. അപ്രകാരം തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അബൂബക്കറിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ആര് സംസാരിച്ചാലും ഇഷ്ടപ്പെടുന്നതല്ല. എപ്പോൾ അങ്ങനെ കേട്ടാൽ ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, നേരത്തെ നാം കേട്ടത് മാതിരി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരും വിശ്വസിക്കുന്നതിന് മുമ്പ് ഖദീജ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുപോലെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരും വിശ്വസിക്കുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ഈ ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നേടിയത്. അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ വാഴ്ത്താറുണ്ടായിരുന്നു. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അൻസാറുകളെ അവര് എത്രയോ മേഖലകളിൽ, എത്രയോ സന്ദർഭങ്ങളിൽ അൻസാറുകളെ പുകഴ്ത്തി വാഴ്ത്തി പറയാറുണ്ടായിരുന്നു. കാരണം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തതായ ആ വിശാലമായ, റസൂലിനും സഹാബാക്കൾക്കും അടുത്ത് കേൾക്കാൻ പോകുന്നത് പോലെ മദീന ഖുതുബയിൽ ആ സകലം സംസാരിച്ചത് അൻസാറുകളായിരുന്നു. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് ചെല്ലാം. ആ അൻസാറുകളെ കുറിച്ച് റസൂൽ പറയുകയാണ്, ലൗലൽ ഹിജ്റ ഇല്ലെങ്കിൽ ഞാൻ അൻസാർ, ഞാൻ അൻസാറുകളിൽ നിന്നിട്ട് ഒരാളായിരുന്നേനെ, ഞാൻ അൻസാരിയായി മാറിയിരുന്നേനെ. പക്ഷെ ഞാനും അവരുമായിട്ടുള്ളതായ ചേഞ്ച്, ഞാൻ ഹിജ്റ ചെയ്തു, അവർ ഹിജ്റ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹിജ്റ ഉള്ളത് കൊണ്ട് പ്രത്യേകത ലഭിക്കുന്നു എന്നല്ലാതെ ഞാൻ അല്ലെങ്കിൽ അവരോടൊപ്പം അൻസാരിയായി മാറിയിരുന്നേനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ലൗ സലക്കന്നാസു വാദിയൻ, ജനങ്ങളെല്ലാം കൂടി ഒരു താഴ്വരയിൽ കൂടി പോവുകയാണ്, അതേസമയത്ത് അൻസാറുകൾ മറ്റൊരു ഭാഗത്തിൽ കൂടി പോവുകയാണ്. എന്നാൽ ഞാൻ അവർ പോകുന്ന, അഥവാ അൻസാറുകൾ പോകുന്ന ഭാഗത്തിൽ കൂടിയായിരിക്കും ഞാൻ പോവുക. അതുകൊണ്ട് അൻസാറുകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അഥവാ നിങ്ങൾ അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കുള്ളതായ ഒത്താശകൾ ചെയ്തു കൊടുക്കണം, അവരോട് സഹകരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എത്രത്തോളം അവർ എന്റെ മൗദുഉ സിർരി വ അമാനത്തി എന്ന അർത്ഥം കുറിക്കുന്ന വാക്കായിരുന്നു റസൂൽ അവിടെ പറഞ്ഞത്. എന്റെ രഹസ്യങ്ങളും എല്ലാം അറിയുന്ന ഒരു വിഭാഗമാണ് അവര് എനിക്ക് വേണ്ടി എല്ലാം ഇവിടെ മദീനയിൽ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഉഹദ് പോർക്കളത്തിൽ വെച്ചിട്ട് അൻസാറുകൾ നിട്ട പലരും അവരുടെ നഫ്സിനെ തന്നെ ഫിദാ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതായിട്ട് നാം കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർ ചെയ്യാൻ വേണ്ടി വാഗ്ദാനം ചെയ്തതെല്ലാം അവർ ചെയ്തു കഴിഞ്ഞു, നാം ചെയ്യാനുള്ളത് നാം ചെയ്തിട്ടില്ല, അത് ശേഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി അവരെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കിന്റെ സമാപനത്തിൽ പറഞ്ഞതായിട്ട് മക്ക ഇമാം പറഞ്ഞതായിട്ട് കാണുന്നു. അതുകൊണ്ട് അവരിൽ നിന്നിട്ടുള്ള മുഹ്സിനീങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം, അവരിൽ നിന്നിട്ട് ആരെങ്കിലും ഇഹ്സാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതിന് നേരെ വിപരീതം ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാഫി ചെയ്തു കൊടുക്കണം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക്, സഹാബാക്കൾക്ക്, അൻസാറുകൾക്ക്, സ്വന്തം കുടുംബത്തിന് എല്ലാം അവർ ചെയ്തതായ ജമീലിനെ റസൂലുള്ള ജീവിതമാസകാലം മറന്നിട്ടില്ല എന്നതാണ് നാം കേട്ടത്. അപ്രകാരം നാമും അങ്ങനെ തന്നെ റസൂൽ നിട്ട് മാതൃക ഉൾക്കൊള്ളണം എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വരുന്നത്. എത്രത്തോളം അമുസ്ലിമായ മനുഷ്യൻ ചെയ്തതായ സേവനം റസൂലുള്ള മറന്നിട്ടില്ല എന്നതിന് മുത്ഇം ഇബ്നു അദിയുടെ ചരിത്രം മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ചരിത്രം ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞതായ ഭാഗമാണ്. മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും പട്ടിണി കിടത്താൻ വേണ്ടിയും അവരുമായിട്ടുള്ളതായ ഒരു പ്രത്യേക പത്രം എഴുതി വെച്ചുകൊണ്ട് അവരോടുള്ളതായ ബന്ധം മുറിക്കാനുള്ളതായ പത്രം അവിടെ എഴുതിയുണ്ടാക്കി മക്കക്കാർ. എന്നിട്ടത് കാബത്തിന്റെ അകത്ത് കെട്ടിത്തൂക്കി. വർഷങ്ങൾ ആ കാബത്തിന്റെ അകത്ത് കെട്ടിത്തൂക്കിയതായ പത്രം കാരണത്താൽ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചവരും പ്രയാസപ്പെടാറുണ്ടായിരുന്നു.
എത്രത്തോളം റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ ആ സ്ഥലം പ്രയാസപ്പെടാറുണ്ടായിരുന്നു. ആ അഹദിനെ, ആ എഴുതിയതായ കടലാസിനെ തകർത്തണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് മുത്ഇം ഇബ്നു അദിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പലരോടും ചോദിച്ചു, എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. എന്നിട്ട് അതിനെ പിച്ചു ചീന്തുകയും ചെയ്തു. അങ്ങനെ നന്മ ചെയ്തതായ മുത്ഇം ഇബ്നു അദി ഒരവസര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നിട്ട് തായിഫിലേക്ക് പോയി. തായിഫിൽ നിന്നിട്ട് കല്ലേറുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ഖദീജ വഫാത്തായ ശേഷം റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പ അബൂ താലിബ് വഫാത്തായതിന്റെ ശേഷം മക്കയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോയപ്പോൾ തായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കല്ലെറിയുകയും അവിടുന്ന് നാട് കടത്തുകയും ചെയ്തതായ ആ പ്രയാസം അനുഭവിച്ച ശേഷം മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ മക്കയിൽ ആളില്ല, അഭയം നൽകാൻ മക്കയിൽ ആളില്ല. ആ സന്ദർഭത്തിൽ ഈ മുത്ഇം ഇബ്നു അദി അദ്ദേഹത്തിന്റെ യുവാക്കളായ മക്കളെയും കൂട്ടി അവർക്കെല്ലാം ആയുധം ധരിപ്പിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിച്ച് മക്കയിലേക്ക് പ്രവേശിപ്പിച്ച് കഅബത്തിലേക്ക് കടക്കാനുള്ള ചാൻസ് നൽകി കഅബയിൽ കടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരും തവാഫ് ചെയ്തു. അതുവരേക്കും, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് വരേക്കും അഭയം നൽകിയതായ മുത്ഇം ഇബ്നു അദിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടന്നതിന് ശേഷം, ബദറിലുള്ളതായ യുദ്ധത്തിന്റെ സമാപനം നടന്നത് നമുക്കറിയാം. 70ഓളം മക്ക കാഫിരീങ്ങളെ അഭയാർത്ഥികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതായ സന്ദർഭത്തിൽ മഹാനായ റസൂൽ പറയുകയുണ്ടായി, ഈ വിഭാഗത്തിന് നെത്തിൻ എന്ന് റസൂൽ പറയുകയാണ്, കൊള്ളരുതാത്ത വിഭാഗത്തിന് വേണ്ടിയിട്ട് ആ പണ്ട് നമുക്ക് നന്മ ചെയ്തതായ മുത്ഇം ഇബ്നു അദി, അദ്ദേഹം മുസ്ലിമായിട്ടില്ല, ആ മുത്ഇം ഇബ്നു അദി എന്ന വ്യക്തി ഇവരെ ഒഴിവാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കിയിരുന്നേനെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മുത്ഇം ഇബ്നു അദി ഒരു കാഫറായതോടുകൂടി തന്നെ അദ്ദേഹം ചെയ്തതായ നന്മയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജമീലിനെ മറന്നിട്ടില്ല എന്നതാണ് നാം കേട്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മക്ക ഇമാമ് തുടരുന്നു, ഈ സാധാരണ നാം കേട്ടതായ വിഭാഗത്തിനെല്ലാം ചെയ്തതായ ജമാല് മറക്കാൻ പാടില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ അവർ ചെയ്തതായ നന്മയെ മറക്കാൻ പാടുണ്ടോ? ഇഹ്സാനിനെ മറക്കാൻ പാടുണ്ടോ? അവർ ചെയ്തതായ ഖിദ്മത്ത് എത്ര വലിയ ഖിദ്മത്താണ്. അവർ നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടു, നമുക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞു, നമുക്ക് വേണ്ടി എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും അവർ നേരിട്ടത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ, അവന്റെ കലാമിൽ തന്നെ ഉഫ് എന്ന വാക്ക് വരെ പറയാൻ പാടില്ല. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഉഫ് എന്ന് പറഞ്ഞ ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് അല്ലാഹു കൽപ്പിച്ചതായ ആ മഹാത്മാക്കളായ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജമീല് നാം മടക്കിക്കൊണ്ടേ ഇരിക്കണം. അവർക്കുള്ള ജമീല് മടക്കുന്നതിൽ പെട്ടതാണ്. അവർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക, അവർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. അവരുടെ നാം കേട്ടതുപോലെ ഖദീജയെ കുറിച്ച് കാട്ടിയതുപോലെ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ആ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരാരുണ്ടോ, അവർ സ്നേഹിക്കുന്നവരും അവരുടെ ഇഷ്ടപ്പെട്ടവരും അവരുടെ കുടുംബക്കാരുണ്ടോ അവർക്കെല്ലാം നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഹ്സാൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അത് മറക്കാൻ പാടില്ലാത്തത് ഇഹ്സാനാണ് അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ ജമീല് പരസ്പരം മറക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മക്ക ഇമാമ് വിദ്യാർത്ഥിനികളോടും പറയുകയുണ്ടായി, നിങ്ങൾക്ക് പഠിപ്പിച്ചതായ നിങ്ങളുടെ മുഅല്ലിമീങ്ങളും മുഅല്ലിമാത്തുകളും നിങ്ങളുടെ അധ്യാപകന്മാരും അധ്യാപികകളും അവരെയെല്ലാം അവർ ചെയ്തതായ സേവനത്തെ ഒരിക്കലും മറക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പോലെ നിങ്ങളുടെ അധ്യാപകന്മാർക്കും നിങ്ങളുടെ ഉസ്താദന്മാർക്കും നിങ്ങളുടെ ശൈഖന്മാർക്കും നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് നന്മകൾ ഇൽമുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അവർക്കെല്ലാം നിങ്ങൾ ഇഹ്സാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ജമീല് അത് നിങ്ങൾ ആ ജമീൽ അവർ ചെയ്തതായ ജമീലിന് പകരം നിങ്ങളുടെ ഭാഗത്തിൽ ഉള്ളതായ ജമീൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണമെന്ന് മക്ക ഇമാമ് തുടരുകയുണ്ടായി. പല കാര്യങ്ങളും ആ കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദായ ഹമ്മാദ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മാതാപിതാക്കളോടൊപ്പം സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി അബൂ ഹനീഫ പ്രാർത്ഥിക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഉസ്താദിന് വേണ്ടി വരെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് കേട്ടതായ അദ്ദേഹത്തിന്റെ തിൽമീദായ അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാനും എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അബൂ ഹനീഫയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് മക്ക ഇമാം പ്രത്യേകം ഉണർത്തി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ. ചുരുക്കത്തിൽ പ്രസംഗത്തിന്റെ ചുരുക്കം ഖുർആൻ പറഞ്ഞതായ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മ ചെയ്തവർക്ക് നന്മയല്ലാതെ എന്താണ് പ്രതിഫലം എന്ന് അല്ലാഹു ചോദിച്ചതായ
ആ ആയത്താണ് നമ്മുടെ മുമ്പിൽ എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത്. നന്മ ചെയ്തവർക്ക് നന്മ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് മക്കായിമ പറഞ്ഞ പ്രസംഗത്തിന്റെ രത്നചുരുക്കം. ഇന്ന് മക്കയിൽ സംസാരിച്ചത് ഞാൻ പറഞ്ഞതുപോലെ ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദാണല്ലോ. അതുപോലെ തന്നെ മദീനയിൽ സംസാരിച്ചത് ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈത്തിയാണ്. ഔസ് ഖസ്റജ് എന്ന രണ്ട് വലിയ സമൂഹത്തെക്കുറിച്ച്, രണ്ട് വലിയ കബീലയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇന്ന് മദീന ഇമാം സംസാരിച്ചത്. ഔസ് ഖസ്റജ് എന്ന രണ്ട് വിഭാഗം യമനിൽ നിന്നിട്ട് വന്നവരാണ്. യമനിൽ നിന്നിട്ട് പല ഭാഗങ്ങളിലേക്കും അവിടെ സംഭവിച്ചതായ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടതായ കൂട്ടത്തിൽ ഔസ് ഖസ്റജ് എന്ന കബീലക്കാർ എത്തിയത് മദീനയിലേക്കായിരുന്നു. രണ്ട് കബീലക്കാർ അവർ ഈ മദീനയിലേക്ക് വന്നതായ ആ വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി മുന്നിൽ വന്നത് ആ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന രണ്ട് കബീലക്കാരായിരുന്നു. റസൂൽ വരുന്നതിന് മുമ്പ് തന്നെ മക്കയിലേക്ക് പല തവണയായി പോയി മക്കയിൽ വെച്ചിട്ട് മക്ക കാഫിരീങ്ങൾ റസൂലുള്ളാഹിനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നത് അറിഞ്ഞത് കാരണത്താൽ അവരുമായിട്ട് സമീപിച്ച് ആദ്യം 6 പേര്, പിന്നെ 12 പേര്, പിന്നെ കൂട്ടത്തോടു കൂടി 70ഓളം പേര് മിനയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് എഗ്രിമെന്റ് നടന്നു, ബൈഅത്ത് നടന്നു. ഈ മദീനയിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഭാര്യമാരെയും അവരുടെ കുടുംബക്കാരെയും സ്വന്തത്തിനെയും എല്ലാം രക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന ആ മൗഇദും വാഗ്ദാനവും ഉടമ്പടിയും ചെയ്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ റസൂലിനോടും അതുപോലെ തന്നെ മുഹാജിറുകളോടും പെരുമാറിയതായ സമീപനം അത് വളരെ നല്ല രൂപത്തിലുള്ളതായ ലോകത്തിന് ആസകലം കാഴ്ചവെക്കുന്നതായ ഒരു മഹാസമീപനമായിരുന്നു എന്നതാണ് ഇന്ന് മദീന ഇമാം പറഞ്ഞത്. എത്രത്തോളം ആ സമീപനം കാരണത്താൽ അള്ളാഹു തന്നെ വിശുദ്ധ ഫുർഖാൻ അളീമിൽ അവർക്ക് അൻസാർ എന്ന് പേര് വെച്ചു കൊടുത്തു. അവർ സഹായികളാണ്. ആർക്ക്? റസൂലിനും മുഹാജിറുകൾക്കും സഹായികളായിരുന്നു. അങ്ങനെ അൻസാർ എന്ന പേര് വെക്കാൻ മാത്രമുള്ളതായ മഹാപേരാണത്. അള്ളാഹു നൽകുന്ന പേരാണല്ലോ, ഖുർആനിലൂടെയാണല്ലോ, പറയേണ്ടതില്ല. അപ്പോൾ എത്ര വലിയ സ്റ്റാൻഡേർഡ് ആണ് അവർക്ക് ലഭിച്ചത്. അവർക്ക് ശേഷം ഇവിടെ ജീവിച്ച മുസ്ലിങ്ങളോട് കൽപ്പിക്കപ്പെട്ട തന്നെ ആ മുമ്പന്മാരായ മുഹാജിറുകൾ അപ്രകാരം തന്നെ അവരെ സ്വീകരിച്ചതായ അൻസാറുകൾ എന്ന് അല്ലാഹു പേര് വെച്ചു ഖുർആനിൽ. അങ്ങനെയുള്ള വിഭാഗത്തിന്റെ ബാക്കിലാണ് നടക്കുന്നവർക്കാണ് എന്തുള്ളത്? വിജയമുള്ളത്. അവർക്കാണ് സ്വർഗലോകത്തിന് അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അവരുടെ ബേക്കിൽ അണിനിരക്കുന്നവർ എന്ന്. ഏതായാലും സഹാബാക്കൾ ഇവിടെ മദീനയിലേക്ക് വന്നതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും അള്ളാഹു ഖുർആനിൽ പറയുന്ന ശൈലി കേൾക്കുക. അൻസാറുകൾ അവരുമായി സമീപിച്ച സമീപനത്തെ കുറിച്ച് അല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. ഇവിടെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളായും കൊണ്ട് മുഹാജിറുകൾ സത്യവിശ്വാസിയായി ഇവിടെ വരുന്നതിന് മുമ്പ് ആ നാട്ടിൽ വെച്ചിട്ട് ആദ്യം സത്യവിശ്വാസികളായവരാരാണ്? അൻസാറുകളാണ്. അവിടെ മുമ്പ് താമസിച്ച് പാർപ്പിടമാക്കിയവരാരാണ്? അൻസാറുകളാണ്. അങ്ങനെയുള്ള വിഭാഗം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ വന്നവരെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. എന്ന് മാത്രമല്ല വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ട നിഅമത്തിൽ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയോ അല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കണമെന്ന തോന്നലോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് എത്ര കണ്ട് അവർക്ക് ആ മുഹാജിറുകൾക്ക് കൊടുത്തുകൊണ്ട് അവരെ സേവിക്കുവാനും അവരെ സഹായിക്കുവാനും അവരുടെ കൂടെയുള്ളതായ സമ്പത്ത് കൊണ്ട് സാധിക്കുന്നു അതെല്ലാം അർപ്പിക്കുവാൻ, അതെല്ലാം സമർപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. അവർ അതില് പിശുക്കരായിരുന്നില്ല എന്നാണ്. എന്ന് മാത്രമല്ല അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ കൂടുതൽ മുഹാജിറുകളെ ഇഷ്ടപ്പെടലായിരുന്നു, മുഹാജിറുകളെ തെരഞ്ഞെടുക്കലായിരുന്നു അവർക്ക് അള്ളാഹു നൽകിയതായ സമ്പത്തിൽ നിന്നിട്ട് കൊടുക്കുന്ന കാര്യത്തിൽ. ആർക്ക്? അൻസാറുകൾക്ക് അള്ളാഹു നൽകിയതായ സമ്പത്തിൽ നിന്നിട്ടും അവർക്ക് നൽകിയതായ കഴിവിൽ നിന്നിട്ടും അവര് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അള്ളാഹ് പറയുന്നു ഖുർആനിൽ മുഹാജിറുകളെ അവരെക്കാൾ സെലക്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ പ്രത്യേകത അത് അൻസാറുകളുടെ പ്രത്യേകതയായിട്ട് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ നാം മദീന ഇമാം പറയുകയാണ്, വളരെ വളരെ മാതൃകാപരമായ മുസ്ലിം ലോകത്തിനും മനുഷ്യരാശിക്കും മാതൃക നൽകുന്നതായ ഒരു സമീപനമായിരുന്നു അൻസാറുകൾ യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുഹാജിറുകളുടെ കൂട്ടത്തിൽ പെട്ടതായ വ്യക്തിയാണ്. റസൂൽ ഇവിടെ വന്ന ഉടനെ ചെയ്തത് എന്താണ്?
മുആഖാത്ത് നടത്തി. മുആഖാത്ത് എന്ന് പറഞ്ഞാൽ സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായ ഒരു പദ്ധതി ഉണ്ടാക്കി. അതായത് എല്ലാ മുഹാജിറുകളും എല്ലാ അൻസാറുകളുമായിട്ട് സഹോദര ബന്ധം പുലർത്താൻ വേണ്ടി, അവരുടെ ഇടയിൽ വരസതയില്ലാതിരിക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ ഒക്കാടില്ലാതിരിക്കാൻ വേണ്ടി, ഏകോദര സഹോദരന്മാരായിട്ട് അവരെ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കാൻ വേണ്ടി ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആഖാത്ത് ഉണ്ടാക്കിയത്. ആ മുആഖാത്ത് ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ഇന്നാളുടെ സഹോദരൻ, ഇന്ന മുഹാജിർ, ഇന്ന അൻസാറിന്റെ സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എത്രത്തോളം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ റബീഅന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു അൻസാറുകളിൽപ്പെട്ടതായ അൻസാറുകളിൽപ്പെട്ടതായ വ്യക്തിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് നമുക്ക് അറിയാവുന്നതുപോലെ അശറത്തുൽ മുബശ്ശരീൻ, സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് ലഭിച്ച 10 ആളിൽ ഒരാളാണ്. അദ്ദേഹത്തിനെ സഅദിനെ ഏൽപ്പിച്ചു. സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, സഹോദര്യ ബന്ധം സ്ഥാപിച്ച ഒരു ശൈലിയാണ് മദീന ഇമാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചതായ ആ വ്യക്തിയെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഈ കാണുന്ന തോട്ടങ്ങൾ ആ സകലം എന്റേതാണ്. ഈ വലിയ തോട്ടങ്ങളെ ഞാൻ 2 ഓഹരി വെക്കും. ഒരു ഓഹരി നിങ്ങൾക്കാണ്, ഒരു ഓഹരി എനിക്കാണ്. എന്റെ കൂടെ 2 ഭാര്യമാരുണ്ട്. 2 ഭാര്യമാരിൽ നിന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ ഭാര്യ ഞാൻ തലാഖ് ചെല്ലാൻ തയ്യാറാണ്. എന്നിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കാവുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പുഞ്ചിരി തൂങ്ങിയിട്ട് പറയുകയുണ്ടായി, അള്ളാഹു നിങ്ങളുടെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഭാര്യമാരിൽ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഇവിടുത്തെ സൂക്ക് കാണിച്ചു തന്നാൽ മതി, എവിടെയാണ് നിങ്ങളുടെ പട്ടണം അത് കാണിച്ചു തന്നാൽ മതി എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നല്ല ചാൻസ് അല്ല, ഉപയോഗപ്പെടുത്താമെന്നല്ല മനസ്സിലാക്കിയത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുഹാജിറാണ്. അദ്ദേഹം അതിനെ കൈയാളേണ്ടതുപോലെ കൈയാളി, പെരുമാറേണ്ടതുപോലെ പെരുമാറി. ആ ജമീലിനെ മറന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് സൂക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൂക്കിൽ പോയി അവിടെ നിന്ന് ബിസിനസ് ആരംഭിച്ചു. നമുക്കറിയാം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കോടീശ്വരന്മാരിൽ പെട്ടതായ സഹാബാക്കളിൽ പണക്കാരനായിരുന്നു. ഈ സൂക്കിൽ പോയി സമ്പാദിച്ച് പണക്കാരനായതാണ്. ഏതായാലും മഹാമിസാലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, മാതൃകയാണ് ലോകത്തിന്റെ മുമ്പിൽ നൽകിയിട്ടുള്ളത് ഈ മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിച്ച ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫസ്ലിഹു ബൈന അഖവൈക്കും എന്നതായ ആ സഹോദര ബന്ധം ശരിക്ക് സ്ഥാപിച്ച് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. റസൂൽ പറഞ്ഞ ശൈലിയും അങ്ങനെ തന്നെയാണ്. കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമു, അവൻ ഒരിക്കലും അവനെ ദ്രോഹിക്കാൻ പാടില്ല, അവനെ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ച് കളയാൻ പാടുള്ളതല്ല. അവൻ എപ്പോൾ സഹായിക്കേണ്ട സന്ദർഭം വരുന്നുവോ അപ്പോൾ സഹായിക്കാൻ അവന്റെ കൂടെ ഉണ്ടാവണം. വലാ യഖ്ദുലുഹു, അവനെ നിന്ദ്യപ്പെടുത്താൻ പാടുള്ളതല്ല. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരപ്പെടുത്താൻ പാടുള്ളതല്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുവിന്റെ അടിമകളായ ആ സഹോദര ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അത് ഫിറ്റാക്കി, അത് നടപ്പാക്കി ജീവിതത്തിൽ പകർത്തി ജീവിച്ചവരായിരുന്നു അൻസാറുകൾ. അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള സമീപം ഞാൻ കണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ സൂര്യൻ നമ്മുടെ നെറുവന്തലയിലേക്ക് അടുക്കുന്നതായ സന്ദർഭം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ചോദിക്കുന്നതാണ്, ഐനൽ മുതഹാബൂന ഫീ ജലാലി, എന്നിൽ സ്നേഹിച്ചവരെവിടെയുണ്ട്? അഥവാ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൽ സ്നേഹിച്ചവർ. അതാണ് സഹാബാക്കൾ എന്നിട്ട് നാം കണ്ടത്. അവർ അൻസാറുകൾ മുഹാജിറുകളെ അള്ളാഹുവിൽ സ്നേഹിച്ചു. അപ്പോൾ അള്ളാഹുവിൽ സ്നേഹിച്ചവർ എവിടെയുണ്ട് എന്ന് ചോദിക്കും. എന്നിട്ട് ഇന്നത്തെ ദിവസത്തിൽ തണലില്ലാത്ത ദിവസത്തിൽ അള്ളാഹു പറയുന്നു, ഞാൻ അവർക്ക് എന്റെ തണലിട്ട് കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതാണ് എന്ന് മുസ്ലിം പൊടിച്ചിരുന്ന ഹദീസിൽ കാണാം. അത് ആ പ്രത്യേകത മനസ്സിലാക്കിയവരായിരുന്നു അൻസാറുകൾ. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അവർ സമീപിക്കാൻ കാരണം. നാമും ഈ മദീന ഇമാം പറഞ്ഞതായ ആ ഉഖുവത്ത് സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് അള്ളാഹു തന്നതായ വളരെ വലിയ ചാൻസാണ് നമസ്കാരത്തിലൂടെ. അഥവാ മുസ്ലിങ്ങൾക്ക് ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ, അങ്ങുമിങ്ങും മുസ്ലിങ്ങൾ ഒരു മഹല്ലത്തിൽ ജീവിക്കുന്ന വിഭാഗം, ഒരു ഏരിയയിൽ ജീവിക്കുന്ന വിഭാഗം, അവരവരുടെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ പള്ളിയിലേക്ക് എല്ലാവരും ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി പുരുഷന്മാർ എത്തിക്കൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അവിടെ കാണാത്തവരെ അന്വേഷിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ അവര്
അവരിൽ നിന്നിട്ട് രോഗികൾ ആര്, കഴിവില്ലാത്തവരാര്, വരാത്തവരാര്, വന്നവരാര് എന്നൊക്കെ എല്ലാ നമസ്കാരത്തിലും കാണാൻ സാധിക്കുന്നു. അത് പുരുഷന്മാരാവട്ടെ, പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്ന സ്ത്രീകളാവട്ടെ, ആരായിരുന്നാലും വിരോധമില്ല. ഏകോദര സഹോദരന്മാരെ ജീവിക്കാൻ സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുന്നതായ മറ്റൊരു ഭാഗമാണ് ഏത്, നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തായിട്ട് പള്ളിയിൽ പങ്കെടുക്കുക എന്നത്. അതുകൂടി മദീന ഇമാം ഉണർത്തിയ ഭാഗത്തിൽപ്പെട്ടതാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചതായ സഹാബാക്കൾ ഈ സഹോദര ബന്ധം സ്ഥാപിച്ച കൂട്ടത്തിൽ ഒരു സഹാബി ഒരവസരത്തിൽ അള്ളാഹുവിനെ ചിരിപ്പിച്ച, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തിയ സംഭവത്തെ ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അതെങ്ങനെയാണ്? അബൂ ത്വൽഹത്തുൽ അൻസാരിയാണ് വ്യക്തി. അബൂ ത്വൽഹത്തുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി ഒരവസരത്തിൽ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് സാധാരണ പതിവനുസരിച്ചിട്ട് ഫക്കീറന്മാരെ അഥവാ ഭക്ഷണമില്ലാത്തവരെ കണ്ടാൽ അവരെ സ്വന്തം കൊണ്ടുപോകും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിക്കും അവരുടെ കൂടെ വീട്ടിലില്ലെങ്കിൽ. അങ്ങനെ റസൂൽ ആരാണ് ഈ വ്യക്തിയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആരും കൊണ്ടുപോകുന്ന കണ്ടില്ല. അവസാനം അബൂ തൽഹ ഏറ്റെടുത്തു. അബൂ തൽഹ പോയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, വല്ല ഭക്ഷണവുമുണ്ടോ? നോക്കുമ്പോൾ പറഞ്ഞു, അവരുടെ കുട്ടികളുടെ ഭക്ഷണം മാത്രമേ അന്നത്തെ ദിവസത്തിൽ വീട്ടിലുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും തീരുമാനിച്ചു കുട്ടികളെ ഉറക്കാൻ. അങ്ങനെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന രൂപത്തിൽ തീ കത്തിച്ചിട്ട് പാകം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് കുട്ടികളെ തോന്നിപ്പിച്ച് കുട്ടികൾ ഉറക്കി. അങ്ങനെ കുട്ടികൾ ഉറങ്ങിയതിനു ശേഷം വിളക്ക് കടത്തുകയും എന്നിട്ട് ഭക്ഷണം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ട് അവര് തിന്നാല് ഭക്ഷണം ആർക്കുണ്ടാവില്ല, അതിഥിക്കുണ്ടാവില്ല, അത്രയും കുറച്ച് ഭക്ഷണമാണുള്ളത്. അങ്ങനെ അതിഥി തിന്നാൻ വേണ്ടി അതിഥിയിലേക്ക് സമർപ്പിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ ഇലക്ട്രിക് ഒന്നുമില്ലല്ലോ, അഥവാ ചന്ദ്രന്റെ വെളിച്ചമുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വെളിച്ചമായിരിക്കും വീട്ടിലേക്ക് കടക്കുക. അപ്പോൾ അവിടെ കൂടുതൽ വെളിച്ചമില്ലാത്ത രൂപത്തിൽ ആ വരിയിരിക്കുന്ന റൂമിലുള്ളതായ വിളക്ക് കടത്തിയിട്ട് അവിടെ തിന്നോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം തിന്നുന്ന ആളായി അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയ ദിവസത്തിൽ അബൂ തൽഹയെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സനീഅനെ, നിങ്ങളും ഭാര്യയും ചെയ്തതായ പ്രവർത്തനത്തെ അള്ളാഹു കണ്ടു, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിച്ചു എന്ന് മാത്രമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടു, അള്ളാഹു ചിരിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ചിരി നമുക്കറിയുകയില്ല. അള്ളാഹുവിന്റെ ജലാലിനോട് അളമത്തിനോട് യോജിക്കുന്ന രൂപത്തിലുള്ളതായ ചിരിയാണ്. ഏതായാലും അള്ളാഹുവിനെ ചിരിപ്പിച്ച സംഭവം ആ സഹാബിയിൽ നിന്നിട്ടുണ്ടായി എന്ന് നാം കേൾക്കുമ്പോൾ എത്രമാത്രം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ സഹോദര ബന്ധം പുലർത്താൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി അവർ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്കതിലിട്ട് മനസ്സിലാക്കാം. അവർ പട്ടിണി കിടന്നാലും, അവരുടെ കുട്ടികൾ പട്ടിണി കിടന്നാലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതിഥിയെ സൽക്കരിക്കണമെന്ന തീരുമാനമായിരുന്നു. അതൊക്കെ അവര് റസൂലുള്ളാഹിന്റെ കൽപ്പന ശരിക്കും മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫ, ഒരാൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ലൈഫിനെ അഥവാ അതിഥിയെ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ, സൽക്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹിയുടെ കൽപ്പന ജീവിതത്തിൽ പകർത്തിയതായിട്ടാണ് നാം അവിടെ കണ്ടത്. ഇതൊക്കെ അൻസാറുകൾ ചെയ്തതായ സേവനങ്ങളുടെ ഒരു ഭാഗമാണ്. പല പല കാര്യങ്ങളും മദീന ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. മദീന ഇമാം പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാപട്ടാളത്തെ സമീപിക്കാൻ പോകുന്നതായ, പെട്ടെന്ന് അവരെ നേരിടേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ എല്ലാവരോടും അനുവാദം ചോദിക്കണം. അപ്പോൾ മുഹാജിറുകളൊക്കെ തയ്യാറായി. പക്ഷെ റസൂലിന് വേണ്ടത് മുഹാജിറുകളല്ല. മുഹാജിറുകൾ തയ്യാറാവുമെന്ന് റസൂലിന് അറിയാം. റസൂലിന് വേണ്ടത് അൻസാറുകളുടെ ഭാഗത്തിൽ നിന്നിട്ട് കേൾക്കണം. അപ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വളരെ വാചാലതയുള്ളതായ അർത്ഥവത്തായ ഒരു സംസാരം അവിടെ സംസാരിച്ചു. ആമന്നാ ബിക വസദ്ദഖനാക വശഹിദനാ അന്ന മാ ജിഅത ബിഹി വൽ ഹഖ്. റസൂലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണ് അല്ലേ? ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലേ? ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പട്ടാങ്ങാക്കിയിട്ടില്ലേ? ഞങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത് ഹക്കാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചവരല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് അതിൽ ഉടമ്പടി നൽകിയിട്ടില്ലേ? നാം അല്പം മുമ്പ് കേട്ടതുപോലെ മിനയിൽ വെച്ചിട്ട് ചെയ്തതായ ഉടമ്പടിയാണ് അൻസാറുകൾ. എന്ത്, മദീനയിലേക്ക് വന്നാൽ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരാജയം അവരുടെ പരാജയമാണ്, അവരുടെ വിജയം അൻസാറുകളുടെ വിജയമാണ് എന്നൊക്കെ പണ്ട് പറഞ്ഞതായ ആ ഉടമ്പടി പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളോട് ചെയ്തതായ അതിൽ തന്നെ ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്തോളീൻ, നിങ്ങൾ പുറപ്പെട്ടോളീൻ, നിങ്ങൾ രംഗത്തിറങ്ങിക്കോളീൻ, നിങ്ങൾ പോർക്കളത്തിലേക്ക് ചെന്നോളീൻ, ഞങ്ങൾ നിങ്ങളുടെ ബാക്കിലുണ്ട്, ആരും പിന്തുന്നതല്ല, ഞങ്ങൾ എന്നിട്ട് ഒരു വ്യക്തിയും പിന്തുന്നതല്ല എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസംഗം ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹത്തിന്റെ വാക്ക് വളരെ അർത്ഥവത്തായ വാക്ക് ഇവിടെ സ്മരണീയമാണ്. അത്രയും വലിയ ആ റസൂലുമായി ചെയ്തതായ കരാറ് അവസാന നിമിഷം
ശേഷം വരെ പാലിച്ചത് കാരണത്താൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. അള്ളാഹ് പ്രഖ്യാപിച്ചത് നാം കേട്ടു, അൻസാറി എന്ന പേര് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, ആരെങ്കിലും, ബുഖാരി പൊടിച്ചിരുന്ന ഹദീസിലാണ്, ഹുബ്ബുൽ അൻസാർ അത് ഈമാനിന്റെ അടയാളമാണ്. ഒരാളിൽ ഈമാനുണ്ട് എന്നതിലേക്കുള്ള അടയാളമാണ് അദ്ദേഹം അൻസാറുകളെ സ്നേഹിക്കുക. ഒരാൾ കാപ്പട്യം പേര് നടക്കുന്ന ആളാണ് എന്നതിലേക്കുള്ള അടയാളമാണ് അൻസാറുകളെ വെറുക്കുക എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, അല്ലാഹുവേ അൻസാറുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാറുകളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അൻസാറുകളുടെ മക്കളുടെ മക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് അവരുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി വരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. മൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, ആരെങ്കിലും അൻസാറുകളെ സ്നേഹിച്ചാൽ അവരെ അല്ലാഹു സ്നേഹിക്കുന്നതാണ് എന്നും, ആരെങ്കിലും അൻസാറുകളെ വെറുപ്പിച്ചാൽ മൻ അബ്ഗളഹും അബ്ഗളഹു, ആരെങ്കിലും അൻസാറുകളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അള്ളാഹു വെറുക്കുന്നതാണ് എന്നും ഇതൊക്കെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച മദീന ഇമാം പറഞ്ഞതായ ഭാഗം, അങ്ങനെ മദീന ഇമാമിൻ സംസാരിച്ചതായ ഭാഗം അത് അൻസാറുകളുടെ പ്രത്യേകതയാണ്. അൻസാറുകൾ ജീവിക്കുന്ന നാട്ടിൽ നിന്നിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്നത്. അവരുടെ നാട്ടിൽ ജീവിക്കാൻ ചാൻസ് കിട്ടിയവർ പ്രത്യേകിച്ച് അവരിൽ നിന്നിട്ട് മാതൃക ഉൾക്കൊള്ളണമെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ എന്റെ ശബ്ദം എവിടുന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ കേൾക്കുന്നവരെല്ലാം ഈ അൻസാറുകളുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണെന്ന് ഉപദേശിച്ചുകൊണ്ട് എന്റെ സംസാരത്തിന് ഞാൻ വിരാമമിടുന്നു. ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി നമ്മിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളോട് വസീയത്ത് ചെയ്ത സഹോദരന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹം ഉള്ളവർക്ക്, അഥവാ മക്കയിലേക്കും മദീനയിലേക്കും സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി വരാൻ ആഗ്രഹമുള്ളവർക്ക് ആ ആഗ്രഹം അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തുമാറാകട്ടെ. സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകുമാറാകട്ടെ. അപ്രകാരം തന്നെ അവരിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ അല്ലാഹു വീട്ടുമാറാവട്ടെ. പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ അല്ലാഹു ദൂരപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്നിട്ട് ആസകലം അവരാവട്ടെ നാം ആവട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒന്നിച്ചു കൂട്ടട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.